ഇനി ഉത്സവങ്ങളുടെ കാലമാണ്. ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ആനെഴുന്നള്ളിപ്പും സർവ്വസാധാരണമാണ്. ഇപ്പോഴിതാ നെടുമ്പാശ്ശേരിയിൽ വളരെ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചു. ആനയുടെ മുന്നിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തുവാൻ ശ്രമിച്ച ആലുവ ചൊവ്വര സ്വദേശിയും യൂട്യൂബറുമായ സൂരജ് പിഷാരടിയാണ് മരണപ്പെട്ടു പോയത്. 16ഓളം പേർക്ക് പരുക്കും ഏറ്റിട്ടുണ്ട്. ഈ സംഭവം നടന്നത് എറണാകുളം നെടുമ്പാശ്ശേരി തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന ഉത്സവത്തിനിടെയാണ് നാടിനെ നടുക്കിയ ഈ വലിയ ദുരന്തം സംഭവിച്ചത്. തിടംപേറ്റിയ ചിറയ്ക്കൽ ശബരീനാഥൻ എന്ന കൊമ്പൻ എഴുന്നള്ളത്തിനിടെ പെട്ടെന്ന് പ്രകോപിതനാവുകയും ഇടഞ്ഞോടുകയുമായിരുന്നു. ചുറ്റും കൂടിയ ഭക്തജനങ്ങൾ ചിതറി ഓടുന്നതിനിടെ ആനയുടെ തൊട്ടുമുന്നിൽ നിന്നും മൊബൈലിൽ വീഡിയോ പകർത്താൻ ശ്രമിക്കുകയായിരുന്നു സൂരജ്. മുന്നിൽ നിന്ന സൂരജിനെ ആന ആഞ്ഞു ചവിട്ടുകയും ചവിട്ടേറ്റ സൂരജ് ദൂരേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു. അതീവ ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വിദഗ്ധ ചികിത്സയിലിരിക്കെ ഇന്നു രാവിലെ ഇദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും സജീവ സാന്നിധ്യമായിരുന്നു മരിച്ച സൂരജ് പിഷാരടി. ചിറക്കൽ ശബരീനാഥനൊപ്പം എഴുന്നള്ളത്തിനുണ്ടായിരുന്ന മറ്റൊരാനയും ബഹളത്തിനിടയിൽ വിരണ്ടോടിയെങ്കിലും ആരെയും ആക്രമിക്കാഞ്ഞത് വലിയൊരു ദുരന്തം ഒഴിവാവുകയും ചെയ്തു. ആനയുടെ പരാക്രമത്തിലും തിരക്കിലും തിക്കിലും പെട്ട സ്ത്രീകളടക്കം 16ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഇവരെല്ലാം വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിരിക്കുകയാണ്. ഉത്സവ പറമ്പുകളിൽ ആനകളുടെ അടുത്ത് നിന്ന് സെൽഫിയും വീഡിയോയും എടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതിനെതിരെ മുന്നറിയിപ്പുകൾ നിലനിൽക്കെയാണ് വീണ്ടും ഒരു ജീവൻ കൂടി പൊലിയുന്നത്. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും കാലമാണ്. ആനപ്രേമികൾ ആനയെ തൊട്ടുരുമിയും സെൽഫി എടുത്തുമൊക്കെ ആനയുടെ അടുത്ത് തന്നെ നിൽക്കും. ആന എപ്പോഴാണ് വിരളുന്നതെന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. അതുമൂലം വലിയ വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആന എഴുന്നള്ളിപ്പ് സമയത്തും ആന പൂരത്തിന് സമയത്തും ആനയിൽ നിന്നും പരമാവധി അകലം പാലിച്ചു നിൽക്കുവാൻ ശ്രമിക്കുക.